Hello students, let us discuss some problems based on our chemical kinetics. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ആദ്യത്തെ പ്രോബ്ലം a first order reaction has a rate constant of 1.15 into 10 to the power of minus 3. അപ്പോൾ എത്രയാ തന്നിരിക്കുന്നത്? k യുടെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ? എത്രയാ k യുടെ വാല്യൂ തന്നിരിക്കുന്നത്? 1.15 into 10 to the power of minus 3 ആണ്. ഇനി എന്താണ് ചോദ്യം? How long പറഞ്ഞാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? We have to find out the time അല്ലേ? ടൈം പീരിയഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. How long will 5 gram of this reactant take to reduce to 3 gram? അപ്പോൾ 5 gram of reactant എത്രയായി മാറുന്നുണ്ട്? 5 gram 3 gram ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണ്? നമ്മുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഈസ് 5 gram ആൻഡ് നമ്മുടെ കോൺസെൻട്രേഷൻ ആഫ്റ്റർ എ സർട്ടൻ പീരിയഡ് ഓഫ് ടൈം ആണ് നമ്മുടെ എന്ത്? 3. ഇനി കെയുടെ വാല്യൂ ഉണ്ട്, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഉണ്ട്, എയുടെ വാല്യൂ ഉണ്ട്, ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഹൗ ടു ഫൈൻഡ് ഔട്ട്? ചോദ്യം നോക്കുക, എന്താ തന്നിരിക്കുന്നത്? എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പോൾ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വാട്ട് ഈസ് അവർ ഫോർമുല? വി ക്യാൻ റൈറ്റ് ഹിയർ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ we have already studied what is the formula? K equal to 2.303 by T. What is that? Log A naught by A. അല്ലെങ്കിൽ initial concentration by A. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T ആണ്. So നമുക്ക് directly എഴുതാം. Thus T equal to 2.303 by K log A naught by A. So substituting the values we will get 2.303 by K യുടെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 1.15 into 10 to the power of minus 3 log A 0 എത്രയാണ്? 5 by 3. Now this log 5 by 3 പറയുമ്പോൾ എന്ത് ഫോം ആണ്? log A by B. അതെങ്ങനെ എഴുതാം നമുക്ക്? log A by B എങ്ങനെ എഴുതാം? log A minus എന്താണ്? log B. സിമിലർലി ഇതും എങ്ങനെ എഴുതാം? log 5 minus log 3. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും ആൻസർ കിട്ടുക? This one we can write it as എന്താണ്? log A by B is equal to, അപ്പോൾ log 5 minus log 3 വരും. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ you will get എത്രയാണ് ആൻസർ? 4 seconds. So how long will it take? It will take this much time for the reactant to reduce from എത്രയാണ്? 5 gram to 3 gram. Okay, moving on to our next question. രണ്ടാമത്തെ ചോദ്യം നോക്കുക. Calculate the half life of a first order reaction from the rate constant given എത്രയാണ്? 200 second inverse. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? T half ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? നമ്മുടെ ആൻസർ എന്തായിരിക്കും? യു ഹാവ് ടു കാൽക്കുലേറ്റ് T half. എന്ത് ഓർഡർ റിയാക്ഷൻ ആണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഫോർമുല എന്താണ്? T half equal to 0.693 by what? 693 by K. അപ്പോൾ ഇവിടെ നോക്കുക, എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ? നമ്മുടെ എത്ര റേറ്റ് കോൺസ്റ്റന്റ് തന്നിരിക്കുന്നത്? 200 സെക്കൻഡ് ഇൻവേഴ്സ്. സോ ഇറ്റ് വിൽ ബി 0.693 by 200. ഡയറക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സോ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 0.346 into 10 to the power of minus 2 second. Or you can also write it as എന്താണ്? 3.46 into 10 to the power of minus 3 second. ഇതായിരിക്കും നമ്മുടെ ആൻസർ. മൂന്നാമത്തെ ചോദ്യം നോക്കുക. A first order reaction is എത്ര തന്നിരിക്കുന്നത്? A first order reaction is 20% complete. First order reaction is how much? First order reaction is 20% complete in 10 minutes. Calculate K of the reaction. അപ്പോൾ ഈ ചോദ്യത്തിൽ we have to find out what? We have to calculate the rate constant. How to do it? Let നമുക്ക് എഴുതാം നമ്മുടെ ആൻസർ. Let the initial concentration be എത്രയാ നമുക്ക് എടുക്കാൻ പറ്റുക? Let the initial concentration of the reactant. Initial concentration of our reactant is equal to എത്രയാണ്? 100 moles per liter. ഇനി എന്താണ്? പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. എത്രയാണ്? A percentage of the reactant that reacts. എത്രയാണ്? It is being given as percentage of the reactant
that reacts. Reactant that reacts is how much? Let it be x mole per liter or 20%. So we can write it as 20 mole per liter. 100 ആണ് initial എടുത്തിരിക്കുന്നത്. അപ്പോൾ മറ്റേത് എത്രയായിരിക്കും? നമ്മുടെ 20 mole per liter. Or we can thus say that time period is given എത്രയാണ്? Time is given as how many? It is given as 10 minutes അല്ലേ? ടൈം എത്രയാണ് തന്നിരിക്കുന്നത്? ടൈം 10 minutes. So നമുക്ക് ഇവിടെ നോക്കുക, നമ്മൾ നോക്കി എന്താണ് percentage of the reactant that react is എത്രയാണ്? 20% ആണ് തന്നിരിക്കുന്നത്. So the concentration after 10 minutes എത്രയായിരിക്കും? The concentration after 10 minutes equal to എത്രയാണ്? 100 minus 20 എത്രയായിരിക്കും? 80. What is this 80? It is our A value അല്ലേ? ഇനീഷ്യൽ റിയാക്റ്റന്റിന് 20% റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ് ടൈം പീരിയഡ് 10 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ എത്രയാണ്? ഇറ്റ് ഈസ് 80. Now since it is a first order reaction, we can directly substitute is K equal to what? 2.303 by T log A0 by A. Or എല്ലാത്തിനെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2.303 by T യുടെ വാല്യൂ എത്രയാണ്? 10 minutes log A0 എത്രയാണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ബൈ അടുത്തത് എന്താണ്? കോൺസെൻട്രേഷൻ ആഫ്റ്റർ 10 minutes നമ്മുടെ 100 minus 20 അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? We can write it as 80 or it is our what? It is our 2.303 by 10 log 10 by 8. Again log A by B ഫോർമുലയാണ്. നമുക്ക് എങ്ങനെ എഴുതാം? log 10 minus log 8 ഇതിനെ എഴുതാം. So on solving it, you will be getting the answer as 0.0223 minute inverse. 0.0023 1 minutes inverse. നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ to you check it. Moving on to our next problem. The rate of a reaction triples when the temperature changes from 20 degrees Celsius to 50 degrees Celsius. എന്താണ് ചോദ്യം? Calculate the energy of activation. The value for R is given. So in this, we have to calculate what? We have to calculate the energy of activation. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫോർമുല എന്താണ്? ഫോർമുല is given as log K2 by K1 equal to EA by 2.303 R T2 minus T1 by T1 into T2. അപ്പോൾ ഈ ഫോർമുലയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഈ ഫോർമുലയിൽ എന്ത് കണ്ടുപിടിക്കണം? We have to calculate the value for E. ഇനി എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ റേറ്റ് K2 by K1 equal to എത്രയാണ്? The rate of a reaction triples ആണ്. So K2 by K1 equal to 3 times. It triples. T1 എത്രയാണ്? T1 is 20 degrees Celsius. On converting it to Kelvin, we will get it as എന്താണ്? 293 Kelvin. Similarly, for T2, it is given as 50 degrees Celsius. On converting it, we will get 50 plus 273. That is equal to എത്രയാണ്? 323 Kelvin. ഇനി R ന്റെ വാല്യൂ ഓൾറെഡി ഇറ്റ് ഈസ് ഗിവൺ. സോ ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി വിൽ ഗെറ്റ്, ഇതിൽ നോക്കാം K2 by K1 ന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? We can substitute it as എന്താണ്? log 3 അല്ലേ? K2 by K1 ന്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? റേറ്റ് ഓഫ് എ റിയാക്ഷൻ ട്രിപ്പിൾസ് ആണ്. സോ log 3 equal to EA by 2.303 into 8.314 into T2 എന്താണ്? 323 minus 293 by 323 into 293. Or we can directly from this, we can find out the value for EA. The value for EA will be equal to 0.4771 into 19.147 into 94639. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് by 30. നമ്മൾ ഇതിലെ വാല്യൂസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. Thus, we will be getting the answer as 28817.9 joule mole inverse, or converting it to Kelvin, we will be getting it as 28.8 kilojoule mole inverse. Answer എന്തായിരിക്കും? 28.8 kilojoule mole inverse.
Now let us see what are the important equations in our chemical kinetics which we have to study. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഏറ്റവും ആദ്യം നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഈ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസിന്റെ മുകളിൽ ബേസ് ചെയ്തിട്ടാണ് പൊതുവേ നമ്മളോട് പ്രോബ്ലംസ് ചോദിക്കാറ്. സോ നമുക്കറിയാം ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ദ റേറ്റ് കോൺസ്റ്റന്റ് ഈസ് വാട്ട്? K equal to 2.303 T log A naught by A അല്ലേ? Or it can be also written as എന്താണ്? It can be written as log A by A minus X. ഇവിടെ നമുക്കറിയാം A0 അല്ലെങ്കിൽ A എന്താണ്? It is our initial concentration and A minus X എന്താണ്? അതിൽ X പറയുന്നത് എന്താണ്? It is the amount of the substance reacted. Okay. ഇനി second equation is to find out the T half for a first order reaction. T half is given as 0.693 by K, where K എന്താണ്? Where K is the rate constant. K is the rate constant. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് എങ്ങനെ തരാം? കെയുടെ വാല്യൂ തന്നിട്ട് ടി ഹാഫ് കണ്ടുപിടിക്കാൻ പറയാം, അല്ലെങ്കിൽ ടി ഹാഫിന്റെ വാല്യൂ വുഡ് ബി ഗിവൺ ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഫോർ എന്താണ്? കെ. മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് log K2 by K1 is equal to EA by 2.303 R T2 minus T1 by T1 into T2. ഇവിടെയും ഇതേപോലെ ആക്ടിവേഷൻ എനർജി ചോദിക്കാം, ഇല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് ഏതെങ്കിലും ഒന്ന് തന്നിട്ട് റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ ചോദിക്കാം. ഇനി നെക്സ്റ്റ് ഫോർത്ത് വൺ ഈസ് for nth order reaction, the T half is given as T half equal to, it is inversely proportional to A raised to n minus 1. അപ്പോൾ ഇതിൽ എങ്ങനെയായിരിക്കും നമുക്ക് ചോദ്യം വരിക? നമുക്കൊരു റേറ്റ് ഓഫ് എ റിയാക്ഷൻ തന്നിട്ടുണ്ട്, എന്നിട്ട് ഹൗ ഇറ്റ് അഫക്ട്സ് ദ ടി ഹാഫ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുന്നത് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ പറയുന്നത് ഇറ്റ് ഈസ് എ സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? You will be getting it as T half equal to 1 by എന്തായിരിക്കും? 0 minus 1. So 1 by A raised to minus 1 or T half will be directly proportional to എന്താണ്? A. So നമ്മളോട് ചോദ്യം വന്നിരിക്കുന്നത് if the initial concentration is doubled, what happens to T half? നമുക്ക് കാണാം ഈ റിലേഷൻ എന്ത് പറയാം? ടി ഹാഫ് ഓൾസോ ബിക്കംസ് ഡബിൾ. ഇല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെച്ചാൽ നമ്മളിവിടെ എന്നിന്റെ സ്ഥലത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് 1. അപ്പൊ ആ രീതിയിൽ നമ്മളോട് ചോദിക്കാം. ഇനി അഞ്ചാമത്തത് ടു യൂണിറ്റ്സ് ഫോർ ദ റേറ്റ് കോൺസ്റ്റന്റ്. അഞ്ചാമത്തത് എന്താണ്? യൂണിറ്റ്സ് ഫോർ റേറ്റ് കോൺസ്റ്റന്റ്. ഫോർ എന്ത് ഓർഡർ റിയാക്ഷൻ ആണ്? ഫോർ എ nth order reaction. We have already discussed what is that? The unit for rate constant for nth order reaction is given as mole liter inverse 1 minus n second inverse. First order reaction ആണെച്ചാൽ n ന്റെ സ്ഥലത്ത് 1 ഇടും. Second order reaction ആണെച്ചാൽ n ന്റെ സ്ഥലത്ത് we substitute it as 2. For a zero order reaction, the value for n will be എന്താണ്? It will be 0. So these are some of the important equations that are generally used to solve problems in chemical kinetics. ഇനി നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. It is a homework question. A reaction is second order with respect to a reactant. How is the rate of the reaction affected? Rate of the reaction affected what? Concentration of the reactant doubled ആവുമ്പോഴും concentration of the reactant reduced to half ആവുമ്പോഴും how it affects the rate of the reaction. ഏത് type of reaction ആണ് തന്നിരിക്കുന്നത്? A second order reaction is given. So do it as an homework question. Hope all these things are clear.